പറ്റിയൊക്കെയുള്ള പാട്ടുകൾ പഠിക്കുക. ആ ഒരു സംസ്കാരത്തിൽ കൂടെ വളർന്നു വന്ന നമുക്ക് കാലം മാറി കുട്ടികളെ പഠിപ്പിക്കാനും നമുക്ക് പഠിക്കാനും, അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ കാർട്ടൂൺസ് എടുത്തോളൂ, ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ പിനാക്ഷിയോ, ഇങ്ങനെ നമുക്കൊരു തരത്തിലും മനസ്സിലാക്കി അന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോൾ എന്തൊരു കോമാളിത്തരമാണ് നമ്മളൊക്കെ അന്ന് കാണിച്ചിരുന്നത്. അതിനുശേഷം നമ്മുടേതായ ഇതിഹാസങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കാവുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത് ഈയിടെയാണ്. ഇന്നത്തെ ഒരു പുതിയ വാക്കാണ് ഗെയിമിഫിക്കേഷൻ. ആദ്യം എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്താണ് ഈ ഗെയിമിഫിക്കേഷൻ? ഗെയിം അറിയാം, ഗെയിംസ് അറിയാം, ഒളിമ്പിക് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ പറയാത്ത ഒരു ദിവസമില്ല എവിടെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ എവിടെങ്കിലും ചെന്നാൽ. അതുവരെ പക്ഷേ ചെയ്തിരിക്കുന്നത് മുഴുവനും ഈ ആംഗലേയ വെസ്റ്റേൺ സംസ്കാരത്തിൽ കൂടാണ്. അതിൽ നിന്ന് മാറി ഇതിഹാസത്തിൻ്റെ ഓരോ ഏടുകളിൽ നിന്നെടുത്ത കളരിപ്പയറ്റ്, നമ്മുടെ ഭജൻ സംഗീതം, ഇതൊക്കെ നമ്മളെ തിരിച്ച് ആ ഭാരതീയ സംസ്കാരത്തിലേക്ക് ഇന്നത്തെ പുതിയ തലമുറ, അതായത് ചിന്മയ യുവകേന്ദ്ര, അവർ വളർന്നു വരുമ്പോൾ കാണേണ്ടതായ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ ഡയറക്ഷൻ നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. അതിൻ്റെ ഒരു ചെറിയ കാൽവെപ്പാണ് ഒരു പുതിയ സംരംഭത്തെപ്പറ്റി നേരത്തെ അല്ലെങ്കിൽ എവിടെങ്കിലും പറഞ്ഞ ചിന്മയ യുവ തേജസ് എന്ന് പറഞ്ഞത്. മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഈ പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ പാരമ്പര്യങ്ങളെ പരിചയപ്പെടുത്തി അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇന്ന് ചിന്മയ വിശ്വവിദ്യാപീഠം എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി തന്നെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ വളരെയധികം ഡീപ്പായിട്ട് കുട്ടികളിൽ ഒരു അവബോധം അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീ ഡോക്ടർ അരുൺ സുരേന്ദ്രൻ പ്രിൻസിപ്പലായിട്ടിരിക്കുന്ന കോളേജിൽ തന്നെ ഒരു ഇന്ത്യൻ നോളജ് സെന്റർ ഉണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യൻ നോളജ് IKS യൂണിവേഴ്സിറ്റി വന്നു അതിനുവേണ്ടി മാത്രം. അപ്പൊ അങ്ങനെ നമ്മുടെ ഭാരതം, നമ്മുടെ രാജ്യം ആ ഒരു വഴിയിൽ കൂടെ പുരോഗമിച്ചു പോകുമ്പോൾ നമ്മുടെ യുവകേന്ദ്ര തിരുവനന്തപുരത്തിന് ഒരു അഭിമാന സ്തംഭമായിട്ട് മാറാൻ ഒരു സെന്റർ വേണം. അവർക്ക് ഒത്തുകൂടാനും അതൊരു ജിമ്മോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് പ്ലേസോ അല്ലെങ്കിൽ ഒരു ക്ലബോ ആയിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പാടില്ല. വേറൊരു പുതിയൊരു കൾച്ചറിലേക്ക് കൊണ്ടുവരാം. അതിനെ ഒരു ഇതിഹാസമായിട്ട് നമുക്ക് മാറ്റണം. തിരുവനന്തപുരത്തെ ചിന്മയ യുവകേന്ദ്രയ്ക്ക് വേണ്ടി ആഭിമുഖ്യത്തിൽ വരുന്ന ചിന്മയ യുവ തേജസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിനെ ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു പുതിയ ആശയം നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരു ആലോചനയുടെ ഒരു മുന്നോടിയും കൂടെയാണ്. അതിനൊക്കെ എനിക്ക് തീർച്ചയാണ് ദേവികജി, അതുപോലെ മഹേഷ് ജി, ഇങ്ങനെയുള്ളവരുടെയൊക്കെ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ മതി നമുക്ക്. We just want those golden advices to come from your mouth, which we will take it wholeheartedly. Implementation is our job. But there is ഒരു ആശയ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇന്ന് എല്ലായിടത്തും ഉള്ളതാണ്. അതിൽ നിന്നൊന്നും മാറാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുക, ഒരു കൈത്താങ്ങായിട്ട് വരിക. അല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ആദ്യകാലങ്ങളിൽ പുസ്തകം, നമ്മൾ ചിത്രങ്ങൾ നോക്കില്ലേ, പമർ ചിത്രകഥ, അങ്ങനത്തെ ഒക്കെ പുസ്തകങ്ങളുടെ ഇടയിൽ ചിന്മയ മിഷൻ്റെ ചില പബ്ലിക്കേഷൻസ് അച്ഛൻ നമ്മുടെ വീട്ടിൽ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ പിക്ചറും ഐ തിങ്ക് കീപ് സ്മൈലിംഗ് ആണോ അതിൻ്റെ ലോഗോ, ഐ തിങ്ക് with that വിളക്ക്. That is so അതിൻ്റെ ഇംപ്രിന്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അന്ന് എൻ്റെ വീട്ടിൽ, ഞാൻ പറയുന്നത് എൻ്റെ ഒരു 2-3 വയസ്സിൻ്റെ കാര്യം കേട്ടോ. Then I noticed later on that the book was called, I think, Art of Contemplation.
I think Vedanta through letters, I remember vaguely. And His Holiness Swami Chinmayananda Saraswati had come to Dubai, and I was born and brought up in Dubai. And അന്ന് എനിക്കൊരു 5-6 വയസ്സ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര സ്പീച്ച്, ഈ ഗംഭീരം എന്ന് പറയണമെങ്കിൽ ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഈ ഗംഭീരം എന്ന് പറയാൻ കാരണം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രസൻസ്, ഒരു വൈബ്രേഷൻ. ദ വേർഡ്സ് came from a place of calm, and ആൾക്കാർ അതിനെ അസിമിലേറ്റ് ചെയ്ത ഒരു കാംനെസ്. ആസ് എ ചൈൽഡ്, ആസ് എ ലിറ്റിൽ ചൈൽഡ്, ഇതാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ഈ ഫോംലെസ്നെസ് ത്രൂ ഫോം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുട്ടിക്കാണ് ഈ ഫോംലെസ്നെസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു സെൻസ് കിട്ടുക. ബിക്കോസ് എനിക്ക് വേർഡ്സ് അറിഞ്ഞുകൂടാ. അദ്ദേഹം കുറേ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എല്ലാവരും ചിരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു മണിക്കൂർ വരെയൊക്കെ സമാധാനത്തോടെ കേട്ടു. പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ ഉദ്ധരിക്കുന്നത് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു I think 32 years ago, when I was around 17 years, I can see a lot of calculation happening. A lot of mathematics in the air. Okay. ഞാൻ അന്ന് സ്വാമിനി വിമലാനന്ദ ഷീ ഹാഡ് കം ടു പാലക്കാട് VVP സ്കൂളിൽ. അത് ഗംഭീര പ്രസംഗമായിരുന്നു, കുറച്ചൊക്കെ മനസ്സിലായി. ആൻഡ് 1000 പേര്. ആൻഡ് അതും അതെ, all I remember is this beautiful lady in saffron, and somebody said an architect ആയിരുന്നു എന്നുള്ളത്. And she spoke so beautifully. And കുറേ കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് മനസ്സിലായി ആ പ്രായത്തിൽ. എന്തൊക്കെയോ മനസ്സിലാക്കാനുണ്ട് എന്നും മനസ്സിലായി. ബട്ട് ഇറ്റ് വാസ് ഓസം. അപ്പോൾ കാല് പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ആരോ പറഞ്ഞു, ഇത് ഇവിടുത്തെ പാലക്കാട് ഒരു ഡാൻസറാണ്. സോ ഷീ സെഡ്, I see, why don't you dance tomorrow for my session? Our 2-day session. I was like, oh my God. I will do on Krishna എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണല്ലോ. സോ അവിടെ സ്റ്റേജിൽ കയറി. ഈ കയറുന്നതിന് തൊട്ട് മുമ്പ് ഷീ കംസ് ടു മീ ആൻഡ് ഷീ സേസ്, പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് യു ആർ ഡൂയിങ് in English or in Malayalam. അന്ന് ഡാൻസേഴ്സ് were not supposed to speak. We were only supposed to dance. We knew only to dance. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അവിടെ ഒരു ഷോക്കിൽ ഞാൻ എൻ്റെ വർക്കിനെ പ്രസൻറ്റ് ചെയ്യാണ് വിത്ത് ദ മുദ്രാസ് and all that. അന്ന് പാഞ്ചാലി വസ്ത്രാക്ഷേപമാണ് ചെയ്യുന്നത്, വേറൊരു ഡയമെൻഷനിലാണ് ഉള്ളത്. And I realized that it actually helped me get into the mood, and it also helped the audience greatly to get into that mood. And അന്ന് തൊട്ട് പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ പെർഫോമൻസിന് മുമ്പ് ഞാൻ സംസാരിക്കാറുണ്ട്. എന്താ ആസ് എ പെർഫോമർ ഓൾസോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഒരു സിറ്റുവേഷനിലും ആ ക്യാരക്ടറൈസേഷനിലും ഒക്കെ എത്താൻ. ഇറ്റ് പ്രിപ്പയർസ് യു ആൻഡ് ദി ഓഡിയൻസ്. ഇതിന് ശേഷം സ്വാമിനി എനിക്ക് കുറേ ലെറ്റേഴ്സ് എഴുതിയിരുന്നു. And I never used to respond to it. And ഒരിക്കൽ she wrote, first you learn to respond to letters. അപ്പോഴും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ എനിക്കൊരു 18-19 വയസ്സ്. ഈ റെസ്പോണ്ട് ചെയ്യാത്തത് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് റെസ്പെക്റ്റ് കൂടിയിട്ടാണ്. ഭയങ്കര പേടിയായിരുന്നു. എന്തെങ്കിലും അബദ്ധം എഴുതുമോ ഈ ലെറ്ററിൽ കൂടി, യുനോ that fear. ആൻഡ് അന്നത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നല്ലോ ഞാൻ. അപ്പോൾ ആ ന്യൂ ജനറേഷനിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. Allow them to question, but at the same time when you allow them to question, you also have to tell them to be very respectful of the person you're questioning. You can ask a lot of things, you can criticize, but be very respectful. Do not make it personal. Treat it as an exchange of knowledge. And that should be taught to the youth, and I think that is what is very, very important. The Anamchara or Celtic wisdom, where you talk about
ഈ സാക്ഷി അല്ലെങ്കിൽ സഖി എന്നുള്ളത് സാക്ഷിയാണ്, വിറ്റ്നസ്സാണ്. സോ അതിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ ആദ്യം നമ്മുടെ കൂടെയുള്ള സിബ്ലിങ്സ് ആയിരിക്കും നമ്മുടെ സഖി, പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, പിന്നെ ഇറ്റ് വിൽ ബി യുവർ ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് ഓർ യുവർ ലവർ ഓർ യുവർ ഹസ്ബൻഡ്. Then it will be yourself. Then it will be your problems. You have to befriend your problems. Then it will be your diseases or ailment. And then it will be your old age and finally death. So basically they talk about turning these into companions. ഇന്നത്തെ കാലത്ത് നമുക്ക് കുറെ സെൽഫ് ലവ് എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഞാനൊന്നും ഉള്ളപ്പോൾ ഇല്ല കേട്ടോ, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ പ്രായത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇറ്റ് ഇസ് വൺ വേ സേയിങ് യു ഹാവ് ടു ലവ് യുവർ സെൽഫ്, ബട്ട് ഇറ്റ്സ് ഓൾസോ സേയിങ് ഡോണ്ട് എക്സ്പെക്ട് us ടു ലവ് യു. അപ്പൊ ഈ അന്നത്തെ കാലത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നെയ്ബർഹുഡ് ആയാലും അടുത്ത വീട്ടിലത്തെ ആന്റി ആയാലും അവിടുത്തെ അമ്മായി ആയാലും അമ്മാവനാണെങ്കിലും വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഒരു കുട്ടിയുടെ ഗ്രോത്തിന്, അല്ലേ? ഇന്ന് ആ ഒരു that is not there. That mentoring is missing, and that is what I would like to tell, that you have to find your mentor. And Amon Agastya Kalari Poipo, he was so happy to be in the presence of both Mahesh ji and also Dr. Varun, and he sees them as his mentors. And it is so important that one actually speaks. Vennodu parayatha karyangalakka he will always tell his mentors. So it is very important that കുട്ടികൾക്ക് അത്തരം കൗൺസിലിംഗ് വേണം. But having said that, ഇനി ഒന്നും കൂടെ പറയട്ടെ, when you talk about yuva, it is not just the youth in terms of age. It is youth in terms of your state of mind also. Do not ignore the child or the youth behind the grey hair and underneath those wrinkles. പ്രായമായിട്ടുള്ളവർ, ഏജ്ഡ് ആയിട്ടുള്ളവർ, അവർ കുറേ കാലം നമ്മളെക്കാട്ടിലും ജീവിച്ചു എന്ന് വെച്ചതുകൊണ്ട് മാത്രം അവരുടെ ഉള്ളിലുള്ള ആ യൂത്തിനെയും ആ ചൈൽഡിനെയും നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ദേ സ്റ്റിൽ വാണ്ട് ടു ബി ഹഗ്ഡ്, ദേ സ്റ്റിൽ വാണ്ട് ടു ബി റെക്കഗ്നൈസ്ഡ്, ദേ സ്റ്റിൽ അറ്റ് ടൈംസ് വാണ്ട് ടു ബി സ്കോൾഡഡ് ഓൾസോ, ആൻഡ് ദേ സ്റ്റിൽ വാണ്ട് ടു ലേൺ. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടുഡേ. ഈവൻ ഇൻ ടേംസ് ഓഫ് when you say ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്നുള്ളത് നോക്കുമ്പോൾ യൂത്ത് എന്ന് പറയുന്നത് യെസ് യങ് ആണ്, ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കൂടുതലുള്ളതുകൊണ്ട് ഒരു ചെറിയ കുട്ടികളാണ് ഇത് യങ്. ബട്ട് ഇൻ ടേംസ് ഓഫ് ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ ഇവിടെ യൂത്ത് എന്ന് പറയുന്നത് ഏജ്ഡ് ആണ്. ദേ ആർ ലൈക്ക് നേസന്റ് ആൻഡ് നിയോനേറ്റ്സ്. ആൻഡ് പ്ലീസ് ഐ വുഡ് തിങ്ക് ദാറ്റ് when you say you are, try and bring both together and there will be exchange. Thank you so much. ഉദാഹരണം പൂജ്യ ഗുരുജിയുടെ ഭജൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് ഇങ്ങനെ എടുക്കാൻ കാരണം. ഇവിടെ ചിന്മയ വിദ്യാലയത്തിലെ അല്ലെങ്കിൽ ചിന്മയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ജന്മദിനം എന്ന് പറയുന്ന ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് പൂജ്യ ഗുരുജി സംസ്കൃതത്തിൽ എഴുതിയതായിട്ടുള്ള ഒരു ജന്മദിന ഗ്രീറ്റിംഗ്സ് ആണ്. ഇത് ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല ഇത് ആരെഴുതിയതാണ്. അതേപോലെ അതിഗംഭീരമായിട്ടുള്ള ധാരാളം ഭജനകളും പൂജ്യ ഗുരുജിയാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നല്ല സംഗീതവും അതിനേക്കാൾ ഉപരി വളരെ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുള്ള സാഹിത്യമുള്ള ഭജനങ്ങൾ. പക്ഷെ നമ്മളൊരു ഹാർമോണിയവും തബലയും മാത്രം വെച്ച് ചില സമയത്ത് ഒരു സത്സംഗത്തിന് മുമ്പ് മാത്രം പാടി ആ ഭജനയ്ക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരുന്നു എന്നാണ്. നമ്മളിങ്ങനെ ഒരു പരിപാടി വിഭാവന ചെയ്ത സമയത്ത് നമ്മുടെ ചിന്ത പൂജ്യ ഗുരുജിയുടെ ഭജൻസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നാണ്. കാര്യം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മികച്ചതിനെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്താൽ മാത്രമേ ആളുകള് അത് നോക്കിക്കാണുകയുള്ളൂ, അവരത് ഏറ്റെടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുത്താൽ കേരളത്തിന്റെ തനതായിട്ടുള്ള ആയോധന കലയാണ് കളരി. നമുക്ക് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാരും സിനിമകളൊക്കെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ഷാവലിൻ സിനിമകൾ കാണും, കരാട്ടെ, കുങ്ഫു. അതല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് തൈക്കൊണ്ടയൊക്കെ നിൽക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വീണ്ടും കളരിയെയും നമ്മൾ പ്രസന്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും
അഗസ്ത്യൻ ഗുരുകുലത്തിന്റെ ആ ഒരു ഇനിഷ്യേറ്റീവില് നമുക്ക് അതിനുള്ള ഒരു സാധ്യതയും ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയെ പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തിവിടെ ചെയ്യണം എന്ന് ചിന്തിച്ച സമയത്ത് ഒന്ന് കുഞ്ചുകുറിച്ചിയുടെ ഭജൻസ് ഇവിടെ ഒന്ന് നന്നായിട്ട് പ്രസന്റ് ചെയ്യാമെന്ന് ആലോചിച്ചു. വേറൊന്ന്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടേതായിട്ടുള്ള ഈ ഒരു കളരി എന്നുള്ളൊരു അറിവിനെയും ആളുകൾക്ക് കുറച്ചും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. അതും കൂടെയാണ് നമ്മുടെ ഈ സ്വരാഞ്ജലിയുടെ ചിന്മയ വൈഭവത്തിന്റെ യുവ തേജസ്സിന്റെ ഈ വേദിയിൽ നമ്മൾ ശ്രമിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഭജൻസിന്റെ ആയിക്കോട്ടെ, കളരി ശക്തി എന്ന കളരി ഡാൻസ് ഡ്രാമയുടെ അതിൽ പങ്കെടുക്കുന്നവരായിക്കോട്ടെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോം. വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അഗജാനന പദ്മാർഗം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. गाये गणपति जगवंदन, गाये गणपति जगवंदन, गाये गणपति जगवंदन, गाये गणपति जगवंदन. शंकर सुवन भवानी नंदन, शंकर सुवन भवानी नंदन, शंकर सुवन भवानी नंदन, शंकर सुवन भवानी नंदन. गाये गणपति जगवंदन, गाये गणपति जगवंदन. जय जय गुणसागरा, जय जय गुणसागरा, जय जय गुणसागरा, जय जय गुणसागरा. गंभीरा जय गुणसागरा, 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 गंभीरा जय गुणसागरा. कारणरहित दयासागरा, कृपासागरा, कारणरहित दयासागरा, कृपासागरा, कारणरहित
मोरे आयो रे सखी
देखो देखो रे आई रे भगवान, 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 देखो 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 रे आई रे भगवान। श्री राम सीताराम, श्री राम सीताराम, श्री राम सीताराम, श्री राम सीताराम। देखो देखो रे आई रे भगवान, देखो देखो रे आई रे भगवान। श्री राम सीताराम, श्री राम सीताराम। देखो पुष्पकारूढ़ सिया राम, देखो पुष्पकारूढ़ सिया राम। लक्ष्मण सुग्रीव हनुमान, लक्ष्मण सुग्रीव हनुमान। देखो पुष्पकारूढ़ सिया राम, लक्ष्मण सुग्रीव हनुमान। पुष्पकारूढ़ सिया राम, लक्ष्मण सुग्रीव हनुमान। समेत नरवीर अग्रद समेत, विभीषण और जांबवान, विभीषण और जांबवान। नरवीर अग्रद समेत, विभीषण और जांबवान। विभीषण और जांबवान। देखो देखो रे आए रे भगवान, देखो देखो रे आए रे भगवान। श्री राम सीताराम, श्री राम सीताराम। भाल भाल ब्रज में मचाई